Symbols employed for elementary row transformations. For sake of convenience, the following notations will be used to denote the elementary transformations. So നമ്മൾ elementary transformations നടത്തുമ്പോൾ അതിന് notations ഈ രീതിയിലാണ് കൊടുക്കുന്നത്. The multiplication of the ith row by non-zero number c will be denoted by ri will be transformed to CRI. Okay, ri നെ CRI ആയി മാറ്റുന്നു. And the interchange of ith and jth row will be interchanged by ri. ഇങ്ങനെയൊക്കെയാണ് ഒന്നാമത്തത്. ri എന്തായി മാറണമെന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ നൊട്ടേഷൻ. ഇത് ആർ ഐയും ആർ ജെയും ഇൻ്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എന്താ പറയുന്നത്, നൊട്ടേഷൻ ഈ രീതിയിലാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ആർ ഐ ആർ ജെ ഈ രീതിയിൽ എഴുതുക, അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ മാർക്ക് വരുന്ന രീതിയിൽ. ആൻഡ് അഡീഷൻ ഓഫ് സി ടൈംസ് ദ ജെത്ത് റോ ഓഫ് ദി ടു ദി ith റോ വിൽ ബി ഡിനോട്ടഡ് ബൈ ആർ ഐ ഗോസ് ടു ആർ ഐ പ്ലസ് സി ആർ ജെ എന്നിലാണ് നൊട്ടേഷൻ കൊടുക്കുന്നത്. ഓക്കെ, നൗ മെത്തേഡ് ഫോർ കമ്പ്യൂട്ടിംഗ് ദ ഇൻവേഴ്സ് ഓഫ് എ നോൺ സിംഗുലർ മെട്രിക്സ് ബൈ എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻസ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഐഡൻറ്റിറ്റി മെട്രിക്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദ ഇൻവേർഷൻ അൽഗോരിതം വേർ എ ഈക്വൽ ടു എന്തെഴുതാം, ഐ ഇൻറ്റു എ എന്ന് എഴുതാം. ആൻഡ് ഗോ ഓൺ പെർഫോമിംഗ് സ്യൂട്ടബിൾ എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻസ് ഓൺ ദ മെട്രിക്സ് എ ഓൺ ദ ലെഫ്റ്റ് ആൻഡ് ഓൺ ദ പ്രീഫാക്ടർ ഓഫ് എ ഓൺ ദ റൈറ്റ്, we reach the result I equal to BA. Then B is the inverse of A, and the following worked out problems illustrates the practical details of the method. So നമുക്ക് അതിൻ്റെ മെത്തേഡ് എന്താണെന്നുള്ള പ്രോബ്ലത്തിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞു പോകാം. കമ്പ്യൂട്ട് ദ ഇൻവേഴ്സ് ഓഫ് ദി ഫോളോയിങ് മെട്രിക്സ്. എ ഈക്വൽ ടു ആരെടുക്കണേ, 1 2 3 2 5 3 1 0 8. ഓക്കെ, സോ വി റൈറ്റ് ഇൻ ദിസ് വേ 1 2 3 2 5 3 0 8. എ ആദ്യം എഴുതി, എയുടെ മുമ്പിൽ ഐഡൻറ്റിറ്റി മെട്രിക്സിന് എഴുതി അല്ലേ, എന് ഐ എന്ന് എഴുതാം അല്ലേ. ദാറ്റ് ഈസ് അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എ ഈക്വൽ ടു ഐ എന്ന് എഴുതിയാൽ എ ഈക്വൽ ടു ഐ എന്ന് എഴുതാൻ പറ്റുമെങ്കിൽ എങ്ങനെ എഴുതി, ഐ ആണ് ഇവിടെ നൊട്ടേഷൻ കൊടുത്തിട്ടുള്ളത്. ഐഡൻറ്റിറ്റി മെട്രിക്സിനെ ഇവിടെ എഴുതിയിട്ടുണ്ട്. പെർഫോം ദി എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ സക്സസീവ്ലി ടു ദി ബോത്ത് സൈഡ്സ് ഓഫ് ദി എബോവ് ഇക്വേഷൻ വി ഗെറ്റ്. എന്താ കിട്ടുക, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, R2 goes to R2 minus 2R1. R2 goes to R2 minus 2R1. R2 goes to R2 2R1 എന്ന് പറഞ്ഞാൽ ആരാ, 1 2 3 അതുപോലെ നിന്നു. അതായത് ഈ 2-നെയും ഇതിനെയും 1-നെയും 0 ആക്കാനാണ്. R3 goes to R3 minus R1 ആണ്. സോ ഈ ട്രാൻസ്ഫോർമേഷൻസ് എവിടെ വരുത്തി, 1 0 0 ഈ ഐഡൻറ്റിറ്റി മെട്രിക്സിലാണ് ഈ ട്രാൻസ്ഫോർമേഷൻസ് നടത്തിയെന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, അതായത് ഇവിടെ എന്ത് ഓപ്പറേഷൻ നടത്തുന്നുണ്ടോ ആ ഓപ്പറേഷൻ അവിടെ നടത്തി, ഇവിടെ നടത്തി. അതുകൊണ്ടാണ് എന്തായത്, ഇവിടുത്തെ 1 0 0 അതുപോലെ തന്നെ നിന്നു. അടുത്തതിൽ എന്തുണ്ടായി, R2 minus 2R1 അല്ലേ. R2 എന്ന് പറഞ്ഞാൽ 0 1 0 ആയിരുന്നു, അല്ലെ 0 എന്ന് എൻ്റർ ചെയ്യുന്ന -2R1 -2, അതാണ് -2 ആവാനുള്ള കാരണം അല്ലേ. അടുത്തത് 1 തന്നെയാണ് എൻ്റർ ചെയ്യുന്നത്, കാരണം 1 - 0 എന്ന് പറയുമ്പോൾ 0 - 0 തന്നെയാണ്, അതുകൊണ്ടാണ് ഇത് കിടക്കുന്നത്. ഇനി R3 minus R1 ചെയ്തെന്നുണ്ടാവുക, ഇവിടെ 0-നെ -1 ചെയ്താൽ -1 ആയി, 0 - 0 തന്നെ 1 ആയി. അതുകൊണ്ടാണ് ഈ മെട്രിക്സ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യണമെന്ന് മനസ്സിലാക്കുക, ഇവിടെ എന്ത് ഓപ്പറേഷൻസ് ആണോ ചെയ്യേണ്ടത് അതിവിടെ ചെയ്യുക, ഈ ഐയിൽ ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, അടുത്തെന്താ 1 0 9, അടുത്തെന്താ R1 goes to R1 minus 2R2, R3 goes to R3 plus 2R2. സോ എന്തായി കിട്ടിയ ഓട്ടോമാറ്റിക്കലി ആദ്യത്തെ മെട്രിക്സ് ഇവിടെ എക്ക് പകരം ഇവിടെ 1 0 9 0 1 -3 0 0 -1 ആയി. ഇവിടെ ഐ എന്തായി മാറി, 5 - 2 0 -2 1 0 5 - 5 2 1 ഇൻറ്റു എ ആയി മാറി. സോ ഇവിടെ ഇനി വീണ്ടും ഐഡൻറ്റിറ്റി ആക്കുന്ന രീതിയിൽ മാറ്റുന്നു. 1 0 9 0 1 -3 0 0 1 R3 goes to -R3. സോ ഇവിടെ അതുപോലെ മൾട്ടിപ്ലൈ ആയിട്ടു. അടുത്തതിൽ മൈനസിൻ്റെ R1 goes to R1 minus 9R3, R2 goes to R2 plus 3R3 ആക്കി മാറ്റി. സോ ഇവിടുത്തെ ഈ മെട്രിക്സ് എന്തായി മാറി, ഇവിടെ -40 16 9 -13 ഈ നടത്തിയ ഓപ്പറേഷൻസ് ഇവിടെ നടത്തിയിട്ടുണ്ട്, അതന്നെ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അതായത് ഇവിടെ ഐഡൻറ്റിറ്റി ആയി. ഇവിടെ ഐഡൻറ്റിറ്റി ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താ, ഈ എയുടെ ഇൻവേഴ്സ് ആണ് ഈ കിട്ടിയിട്ടുള്ളത് ബി എന്ന് പറയുന്നത്. ഓക്കെ, that is -40 16 9 13 -5 -3 5 -2 1 -1 is the inverse of A. അപ്പോൾ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് മനസ്സിലാക്കുക. എന്താ ചെയ്തിട്ടുള്ളത്, എ ഈക്വൽ ടു ഐ ഇൻറ്റു എ എന്ന് എഴുതുക. എയിൽ എന്തൊക്കെ റോ ഓപ്പറേഷൻസ് വരുത്തി ഐഡൻറ്റിറ്റി ആക്കാൻ അതിനെ ചെയ്യുന്നുണ്ടോ അതെല്ലാം ഐയിൽ മാറ്റം വരുത്തുക. സോ ഓട്ടോമാറ്റിക്കലി ഐ എന്തായി മാറും, ഐ എൻഡപ്പ് ചെയ്യുക, എ ഐ ആയി മാറുമ്പോൾ ഐ എന്തായി മാറും, എ ആയി മാറും. ഓക്കെ, find the inverse of the following matrix if it exists. 1 - 2 - 1 -1 5 6 5 4 - 4 5. സോ സെയിം പരിപാടി ഇവിടെയും ചെയ്യുന്നു. സോ ഇവിടെ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത് നോക്കുക, എലമെൻ്ററി ഓപ്പറേഷൻസ് ആണ് ചെയ്യുന്നത്. 1 0 7/3 0 1 5/3 0 0 0 എന്നുള്ള രീതിയിലാണ് ഇവിടെ എൻഡ് ചെയ്യണത്. ദാറ്റ് ഈസ് ഈ ആൾക്ക് എന്തായി മാറുന്നില്ല,
ഇയാൾ ഐഡൻറ്റിറ്റി ആയി മാറില്ല. ഇയാൾ ഐഡൻറ്റിറ്റി ആയി മാറാത്ത സിറ്റുവേഷനും കാലം ഈ കിട്ടുന്ന എന്തല്ല അതിൻ്റെ ഇൻവേഴ്സ് അല്ല. ഓക്കെ, ഇവിടെ ഐഡൻറ്റിറ്റി ആയി മാറുമ്പോഴാണ് എന്തായി മാറുന്നത്, ഈ കിട്ടുന്ന ആൾ എന്തായി മാറാൻ അതിൻ്റെ ഇൻവേഴ്സ് ആയിട്ട് മാറാൻ പോകുന്നത്. നോ ഫർദർ എലിമെൻറ്റ് ട്രാൻസ്ഫോർമേഷൻസ് വിൽ നോട്ട് ട്രാൻസ്ഫോം ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, സോ ഹെൻസ് ദ ഗിവൺ മാട്രിക്സ് ഹാസ് നോ ഇൻവേഴ്സ്. ഓക്കെ, ഇവിടെ നമ്മൾ ആ റോ ഇക്വാലൻറ്റ് ഫോം ടൈപ്പെല്ലാം എത്തിക്കാൻ നോക്കണം. അതായത് ഐഡൻറ്റിറ്റിയുടെ ഫോമിൽ എങ്ങനെയാണ് എത്തിക്കാൻ പറ്റുന്നത് അതുപോലെ എത്തിക്കാനാണ് നോക്കുന്നത്. കമ്പ്യൂട്ട് ദ ഇൻവേഴ്സ് ഓഫ് ദ ഫോളോയിങ് മെട്രിക്സ് ബൈ എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻസ്. ഓക്കെ, ഒരു 4x4 മെട്രിക്സ് ആണ്. അതിനകത്ത് കുറച്ച് പണി ഉണ്ടാവും ചെയ്യുമ്പോൾ, കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടി നോക്കണം. സോ എല്ലാ ടൈംസും ഇൻവേഴ്സ് ഉണ്ടാവണമെന്നില്ല. വേണമെങ്കിൽ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചാൽ തന്നെ പറയാൻ പറ്റും എന്ത് ഇൻവേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേണമെങ്കിൽ പറയാം, കുഴപ്പമില്ല. ഓക്കെ, ഇതിൽ ഇൻവേഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ലെങ്തി പ്രോസസ് ആണ് 4x4 ഒക്കെ ആകുമ്പോൾ. ഓക്കെ, ചെയ്ത് തന്നെ പഠിച്ചാൽ മാത്രമേ കാര്യങ്ങൾ ശരിയാവുള്ളൂ. സോ 1-2 പ്രോബ്ലംസ് സ്വന്തമായി ചെയ്താൽ മാത്രമേ ഇൻവേഴ്സ് ഇതുപോലെ കണ്ടുപിടിക്കാനുള്ളതൊക്കെ ചെയ്യാൻ കിട്ടുള്ളൂ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. നിർബന്ധമായിട്ട് 2-3 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പറയുകയും വേണം. ഓക്കെ.